ഇതിന് കാരണമായിട്ടുള്ള മെഡിക്കൽ കാരണങ്ങളുണ്ടോ എന്ന് നോക്കും. ഉദാഹരണത്തിന് തൈറോയിഡിൻ്റെ അസുഖം, അല്ലെങ്കിൽ ശരീരത്തിൽ വാരിക്കോസീൽ എന്ന് പറഞ്ഞിട്ട് വൃഷത്തിന് ചുറ്റുമുള്ള വൃഷസഞ്ചിക്ക് ചുറ്റുമുള്ള ധമനികൾ തടിച്ചു നിൽക്കുന്നതിനാണ് വാരിക്കോസീൽ എന്ന് പറയാം. അപ്പോൾ അത് ചില ആൾക്കാരിൽ ഒരു 30% ആൾക്കാരിൽ അത് സ്പേമിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം, ബീജാണുക്കളുടെ എണ്ണം കുറയ്ക്കാം, ചലനശേഷി കുറയ്ക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മളത് കറക്റ്റ് ചെയ്യണം, സർജിക്കലായിട്ട് കറക്റ്റ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് അടുത്തത് നമ്മൾ കൊടുക്കുന്നത് മരുന്നുകളാണ്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകൾ നമ്മൾ 2-3 മാസം ട്രൈ ചെയ്യും. പലപ്പോഴും നമ്മൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടേ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആൾക്കാർ വരിക. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് വീണ്ടും അത് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഒരു ഭാഗികമായിട്ടുള്ള കുറവ് മാത്രമാണ് ഉള്ളത്. വൈഫിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് അണ്ടവാഹിനിക്കുഴൽ ബ്ലോക്ക് പോവാം, ഓവുലേഷൻ കറക്റ്റൊക്കെയാണ് എങ്കിൽ നമ്മൾ IUI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യും. IUI എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അതായത് നമ്മൾ ശുദ്ധീകരിച്ച പ്രോസസ്സ് ചെയ്ത ഹസ്ബൻഡിൻ്റെ ബീജാണുക്കളെ ഓവുലേഷനോട് ഏറ്റവും അടുത്ത സമയത്ത് ഗർഭപാത്രത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനാണ് IUI എന്ന് പറയാം. സാധാരണ നാച്ചുറലായിട്ട് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നതിനേക്കാളും ഒരു 3 മടങ്ങ് സാധ്യത IUI ചെയ്യുമ്പോൾ ഉണ്ടാവും.